ഇന്ന് കർക്കിടക വാവാണ്. അനുബന്ധിച്ചുള്ള വാവ് തർപ്പണത്തിന്റെ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഓരോരോ കേന്ദ്രങ്ങളിൽ കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷും അർച്ചനയും ഒക്കെ ചേരുന്നുണ്ട്. സന്തോഷിലേക്ക് പോകാൻ തോന്നുന്നു. പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്കല പാപനാശം ബീച്ചുണ്ട്, തിരുവല്ലമുണ്ട്, പരശുരാമസ്വാമി ക്ഷേത്രം അവിടെ, എറണാകുളത്ത് ആലുവ, മണപ്പുറം, തിരുനാവായ, കണ്ണൂരിൽ ധർമ്മടം, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട മാനസയുണ്ട്, സ്വാലിഹുണ്ട്. അതെ. അപ്പോൾ ആദ്യം നമുക്ക് മാനസയിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം അല്ലേ? മാനസ, വിശ്വാസികൾ പിതൃതർപ്പണം ബലിതർപ്പണ ദിവസമാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. എല്ലായിടങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാനസ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ തിരക്ക് എങ്ങനെയാണ്? തന്നെ കണ്ടാൽ മനസ്സിലാകും. മാത്രമല്ല ഇവിടെ ഒരേ സമയം 3500 പേർക്ക് ഒരുമിച്ച് ബലിതർപ്പണം നടത്താനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നായി എല്ലാവരും തന്നെ ഈ പ്രധാനമായും എത്തിച്ചേരുന്ന ഇടം എന്ന് പറയുന്നത് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് വർക്കല പാപനാശം, അതോടൊപ്പം തന്നെ ശംഖുമുഖം തുടങ്ങിയ ഇടങ്ങളിലൊക്കെയും തന്നെ ഇതേപോലെ രീതിയിൽ ബലിതർപ്പണ ചടങ്ങുകളൊക്കെയും തന്നെ നടക്കുന്നുണ്ട്. നിലവിൽ ഇന്ന് പുലർച്ചെ 2:30 മുതലാണ് ഇവിടെ ഈ ചടങ്ങുകളൊക്കെയും തന്നെ ആരംഭിച്ചത്. ഒപ്പം തന്നെ പറയാനുള്ളത് 9 ബലിതർപ്പണ മണ്ഡപങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ ആളുകൾക്ക് എത്തി പിതൃമഹന്മാർക്ക് ഈ ബലിതർപ്പണം നടത്താനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ സമയം 3500ഓളം പേർക്ക് ബലിതർപ്പണം നടത്താൻ കഴിയുന്ന സജ്ജീകരണം ഉള്ളതിനാൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും അതിനായി പോലീസ് വിന്യാസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങളൊക്കെയും തന്നെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വർക്കല പാപനാശമാണ് മറ്റൊരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ദേവസ്വം ബോർഡിന്റെ മണ്ഡപത്തിലാണ് ഈ ബലിതർപ്പണം നടത്തുകയെങ്കിൽ കൂടിയും ആളുകളുടെ ഒരു ആധിക്യം കണക്കിലെടുത്ത് വേറൊരു പന്തൽ കൂടി ക്രമീകരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ കടൽ ക്ഷോഭം കണക്കിലെടുത്ത് അതായത് കടലുമായി കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയും തന്നെ കടൽക്ഷോഭ സാധ്യത കണക്കിലെടുത്ത് പ്രത്യേക സുരക്ഷാ സജ്ജീകരണങ്ങൾ, അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡ് തുടങ്ങിയ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 800-ൽ കൂടുതൽ പോലീസുകാരെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളും എടുത്തു പറയുകയാണെങ്കിൽ ഈ ബലിതർപ്പണം നടത്തി ആളുകൾ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നമുക്ക് ആളുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിരവധി ആളുകൾ അല്പസമയമായി ക്യൂ നിൽക്കുകയാണ്. എല്ലാപ്പോഴും ഇവിടെ തന്നെയാണോ ബലിതർപ്പണത്തിന്? ഇവിടെ തന്നെയാണ്. അണ്ടൂർക്കോണം കുറേ നേരമായോ ക്യൂ? അരമണിക്കൂറായി. കൂടിയും ഒരുപാട് ആളുകൾ എല്ലായ്പ്പോഴും ഇവിടെ വന്നാണ് ബലിതർപ്പണം നടത്താറുള്ളത്. ഇവിടെ തന്നെ നടത്തണം എല്ലാവരും. ചേച്ചി എപ്പോഴും ഇവിടെ തന്നെയാണോ? കഴിയുന്നതും ഇവിടെ തന്നെയാണ് വരാൻ ശ്രമിക്കാറ്. ഇടയ്ക്ക് കൊറോണ വന്ന സമയത്തൊക്കെ വരാൻ പറ്റിയിട്ടില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ വന്നാലാണ് നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയും നമുക്ക് ചെയ്യുന്നതിന് നമ്മുടെ മനസ്സിന്, നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ആത്മാവിന് നല്ലൊരിത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ കഴിയുന്നിടത്തോളം തൊഴാനൊക്കെ വരും. കാരക്കുണത്ത് കുന്നത്ത് കലന്ന സ്ഥലത്ത്. കൊറോണ സമയം പോയിട്ട് എല്ലാ വർഷവും ഇവിടെ തന്നെ വരണത്. ഇവിടെ വരുന്നതാണ് ഒരു സന്തോഷം, എല്ലാവർക്കും തൃപ്തിയും. കുറേ നേരമായോ? രാവിലെ തുടങ്ങിയത് 5 മണിയായപ്പോൾ തുടങ്ങിയത്. ആണോ എല്ലായ്പ്പോഴും? എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് വരാറ്. തന്നെ അത് ആങ്ങളെ ഇവിടാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് തിരുവല്ലം ഈ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തുകാരെ കൂടാതെ തമിഴ്നാട്ടിലുള്ള ആളുകളും ഏറെ ഇവിടെ വന്നാണ് ഈ ബലിതർപ്പണ ചടങ്ങുകളൊക്കെയും നടത്തുക എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അധിക നേരം നിൽക്കാതെ തന്നെ വേഗം ഇവർക്ക് ബലിതർപ്പണം നടത്തി മടങ്ങാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും തന്നെയാണ് ഇവിടെയുള്ളത്. അതിനായുള്ള 9 ബലിതർപ്പണ മണ്ഡപങ്ങളുണ്ട്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ 3500ഓളം പേർ ഒരേ സമയം ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുമ്പോൾ തന്നെ അത് എത്രയും പെട്ടെന്ന് കഴിയുന്ന വിധത്തിൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയ ക്രമീകരണങ്ങൾ. മനു, വിനിഷ. ശരി മാനസ.